ദാഹിച്ച് തളർന്ന ഭീമൻ അത് വെപ്രാളത്തോടെ കുടിക്കുവാൻ തുടങ്ങി. ഉടനെ തന്നെ ഭീമന്റെ നെഞ്ച് ശക്തമായി ഇടിക്കാൻ തുടങ്ങി. സഹോദര, എന്റെ ശരീരമാകെ തളരുന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നു. എന്നെ രക്ഷിക്കൂ. അല്ല, വലിയ ദൈവപുത്രന്മാരില്ലേ, ഈ മനുഷ്യരുടെ സഹായമൊക്കെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ശക്തമായ ഒരു കാറ്റ് അപ്പോൾ അവിടെ ആകെ വീശി. ആ, മകനെ രക്ഷിക്കാൻ പിതാവെത്തിയല്ലോ ഭീമ. അതെ, മകന്റെ മരിക്കാറായി. പറ്റുമെങ്കിലൊന്ന് രക്ഷിക്കേ. അത് കേട്ടതും ഭീമന്റെ ബോധം പൂർണ്ണമായും പോയി. ഉടനടി അവർ ഭീമന്റെ ശരീരം കാട്ടുവള്ളികൾ ഉപയോഗിച്ച് കെട്ടി. ശേഷം അടുത്തുള്ള ഒരു പുഴയിലേക്ക് അവർ ശരീരം എടുത്തുകൊണ്ടുപോയി. കൊടും വിഷമുള്ള പാമ്പുകളുള്ള ഒരു പുഴയാണത്. മരണം ഒന്നുകൂടി ഉറപ്പിക്കാനായിരുന്നു അവർ ആ പുഴ തന്നെ തിരഞ്ഞെടുത്തത്. ഉടൻ തന്നെ അവർ ഭീമന്റെ ശരീരം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. ഭീമൻ ഇല്ലാതായതിന്റെ സന്തോഷത്തോടെ ദുര്യോധനനും ദുശാസനനും കൊട്ടാരത്തിലേക്ക് മടങ്ങി. തന്റെ പദ്ധതി വിജയം നേടിയെന്ന ആത്മവിശ്വാസം ദുര്യോധനനിൽ നിറഞ്ഞിരുന്നു. കുറച്ച് സമയത്തിനകം ഭീമന്റെ അഭാവം ഭീഷ്മയുടെയും അമ്മയായ കുന്തിയുടെയും ശ്രദ്ധയിൽപ്പെട്ടു. കൊട്ടാരത്തിൽ ഒരു ആശങ്കാജനകമായ അന്തരീക്ഷം ഉടലെടുത്തു. ആശങ്കയും ഭയവും നിറഞ്ഞ തിരച്ചിൽ കൊട്ടാരത്തിന്റെ അകത്തും പുറത്തും വ്യാപിച്ചു. അന്ന് രാത്രി മുഴുവനും അവർ തിരച്ചിൽ തുടർന്നു. ഫലമുണ്ടായില്ല.